ഹലോ, നമ്മുടെ പുതിയയിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്പീക്കിംഗ് ചാലഞ്ചിന്റെ പാർട്ട് 9ാമത്തെ ക്ലാസ് നമുക്ക് കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിപ്പോസിഷൻസ് എടുത്തിരുന്നു. അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്നത്തെ വീഡിയോസിൽ എത്രത്തോളം ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കഴിയുന്നതിന്റെ പരമാവധി നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇനി തീർന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് വീണ്ടും തുടരാം. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കുന്നത് കുറച്ച് കൺഫ്യൂഷൻസും കൂടി വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അതായത് നമ്മൾ മുകളിൽ എന്ന് പറയാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വാക്ക് ഏതായിരുന്നു? ഓൺ എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സംശയം, ഈ എബോ എന്ന് പറഞ്ഞ മുകളിൽ നിന്നല്ലേ? അതെ. ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നാണ്, എബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്നാണ്. ഇനി ടോപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നല്ലേ? അതെ. അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നല്ലേ? അതെ. ഇതെല്ലാം മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എവിടെയോ യൂസ് ചെയ്യാം, അപ്പൊ വ്യത്യാസം ഉണ്ടാവും അല്ലേ? അപ്പൊ അത് നമുക്ക് നോക്കാം. ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വസ്തുവിന്റെ ഏതെങ്കിലും ഒരു പ്രതലത്തിന്റെ മുകളിൽ എന്ന് പറയാനാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യാം. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞേ. മേശയല്ല, ഹെൽമെറ്റിന്റെ മുകൾ. ഓൺ ദ ഹെൽമെറ്റ്. ബൈക്കിന്റെ മുകൾ. ഓൺ ദ ബൈക്ക്. അതേപോലെ തന്നെ ക്യാമറയുടെ മുകളിൽ. ക്യാമറയുടെ മുകളിൽ ഒന്നും ഉണ്ടാവില്ല. തൽക്കാലം ഒരു കീ ചെയിൻ വെച്ചു എന്നാണെങ്കിൽ പറയാം അല്ലെ? ക്യാമറ അല്ലെ? ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോ ഓൺ ആണ് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചുമരുണ്ടല്ലോ, ചുമരിന്റെ മുകളിലാണ്. ചുമരിന്റെ മുകളില് അതിന് നമ്മൾ ഓണം യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പറയാണ് ചുമരിന്റെ മുകളിലാണ്, പക്ഷെ ആ വാതിലുണ്ടല്ലോ, ആ വാതിൽ നിൽക്കുന്നതിന് നേരെ മുകളിലാണ് എന്ന് പറയണം. അപ്പൊ ചുമരിന്റെ അവിടെ ഒരു വാതിലുണ്ട്, അപ്പല്ല, അവിടെ നമ്മൾ എബോ എന്നാണ് പറയുന്നത്. അതായത് അത് ആ വാതിലിനോട് ചേർന്നിട്ടല്ല നിൽക്കുന്നത്, വാതിലിന്റെ മുകൾ സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എബോ പറയും. അപ്പോ ചുമരിന്റെ മുകളില് ആ വാതിലിന്റെ മുകളിലായിട്ട്, ചുമരിന്റെ മുകളിലാണ്, വാതിലിന്റെ മുകളിലായിട്ട് ഒരു പിക്ചർ ഉണ്ട്. ഇപ്പൊ എങ്ങനെ പറയാ? There is a picture above the wall, like door. Above the door on the wall. എവിടെയാണ്? വാതിലിന്റെ മുകളിലാണ്, ചുമരിന്റെ മുകളിലാണ്, രണ്ടും മുകളിലാണ്. അപ്പൊ നമുക്ക് ഓൺ ദ ഡോർ എന്ന് കൊടുക്കാൻ പറ്റില്ല. ഓൺ ദ ഡോർ എന്ന് കൊടുത്താൽ എന്താവും? ഡോറിന്റെ മുകളിൽ ഡോർ ഒട്ടി പിടിച്ച മാതിരിയായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ട്. പിന്നെ ചുമരിന്റെ മുകളിൽ എന്ന് പറയാനായിട്ട് അവിടെ ഒട്ടിക്കാനുണ്ട്. അപ്പൊ നമുക്കൊരു വസ്തുവിന്റെ മുകളിൽ എന്ന് പറയാനായിട്ട് നമ്മൾ എബോ യൂസ് ചെയ്യും. ഇനി എബോ എന്നുള്ള വാക്കിന് വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാണ് റൂഫിന്റെ മുകളിലാണ്. എബൗ ദ റൂഫ്. നമ്മളിപ്പോ എന്തെങ്കിലും സാധനം റൂഫ് ഉണ്ട്, ആ റൂഫിന്റെ മുകളിലാണ് ഒരു സംഭവം നിൽക്കുന്നത്. എന്തു പറയാം, പക്ഷെ അതിന്റെ അർത്ഥം ഇതാണ്, ആ വസ്തുവിൽ ടച്ച് ചെയ്തിട്ടല്ല അത് നിൽക്കുന്നത്. ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? ഓണാ പറയാം. ആ ടച്ച് ചെയ്ത് നിൽക്കുന്നതിന്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ എബോ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം ഉണ്ടാവും, ഈ ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതും മുകളിലാണ് അല്ലേ? ടോപ്പ് എന്നുള്ളത് നമ്മൾ ചേർക്കുന്നത് ഇപ്പൊ ക്ലാസ്സിൽ നമ്മള് ടോപ്പാണെന്ന് പറയും അല്ലേ? ടോപ്പറാണെന്ന് പറയും. അപ്പൊ അവിടെ നമ്മള് ടോപ്പ്, അതായത് അതില് ഏറ്റവും മുൻപന്തിയിൽ എന്നുള്ളതാണ് അതിനർത്ഥം. അവിടെ നമ്മൾ ടോപ്പ് ചേർക്കും. അപ്പൊ ഹീസ് ദ ടോപ്പ് ഓഫ് ദ ക്ലാസ്, അത് ക്ലാസ്സിൽ ടോപ്പാണ് എന്ന് പറയും. പിന്നെ നമ്മൾ പറയില്ലേ, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഏറ്റവും തുഞ്ചത്ത്, ഏറ്റവും ടോപ്പില് എന്ന് പറയും. അപ്പൊ അവിടെ നമ്മൾ എന്താ പറയാ? ടോപ്പാണ് ചേർക്കുന്നത്. ഇപ്പൊ നമ്മൾ അറിയില്ലേ, ഈ മൗണ്ടെയിൻ ഒക്കെ അല്ലേ? മൗണ്ടെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് മലകള്. ഈ മലയുടെ ഏറ്റവും ടോപ്പ് എന്ന് പറയും നമ്മള്, എന്ന് വെച്ചാൽ ഏറ്റവും തുഞ്ചത്ത് അല്ലെ? ഏറ്റവും തുഞ്ചത്ത്, ഏറ്റവും മുകളിൽ. അപ്പൊ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ, ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ എന്ന് പറയും. അങ്ങനെ ഇത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് പിടുത്തം കിട്ടും. അതാണ് ഈ മുകളിൽ എന്ന് പറയുന്ന ഈ ഒരൊറ്റ വാക്കിന് നമ്മൾ പല പല വാക്കുകൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. മലയാളത്തിലും ഉണ്ടാ പല പല വാക്കുകൾ, നമ്മളതങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാറില്ല. നമ്മളിങ്ങനെ പറയും തുഞ്ചത്ത്, മുകളിൽ, ഏറ്റവും മുകളിൽ അല്ലെ? ഇങ്ങനെയൊക്കെ നമ്മള് സെപ്പറേറ്റ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് അതിന്റെ മുകളിൽ എന്നങ്ങ് പറയും.
എന്നതാണ് അതിന്റെ പിന്നെ വേറെ വാക്കുകൾ നമ്മൾക്ക് അറിയില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മള് അപ്പ് എന്ന് പറയും. അതും മുകളിലാണ് അപ്പ്. അത് ഈ അപ്പ് ആൻഡ് ഡൗൺ എന്ന് വെച്ചാൽ നമ്മള് സീസോ ഉണ്ടാവൂലേ? അതെ, ഈ ആ അപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റേഴ്സിന്റെ മേലേക്ക് നടന്നു. സ്റ്റെയർ കേസ് ഇല്ലേ, അതിൽ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, അതിന് സ്റ്റേഴ്സ് എന്ന് പറയും. അപ്പൊ സ്റ്റേഴ്സിലേക്ക് ഞാൻ സ്റ്റേഴ്സിന്റെ മുകളിലേക്ക് ഞാൻ നടന്നു എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയാം? I walked up the stairs. ഞാൻ അതിന്റെ മുകളിലേക്ക് നടന്നു. അപ്പൊ അവിടെ നമ്മൾ അപ്പ യൂസ് ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് ടോപ്പെന്നോ എബോവെന്നോ ചേരില്ല. ഇനി അതേപോലെ തന്നെ ഉള്ള വേറൊരു വാക്കാണ് ഓവർ. ഓവർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് തീർന്നു എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ മുകളിൽ എന്നാണ്. ഇതൊക്കെ എവിടെ ചെറുക്കുന്ന പോക? എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് പാലത്തിന്റെ മുകളിലൂടെ ഞാൻ നടന്നു എന്ന് പറയുമ്പോ എങ്ങനെ പറയാ? I walked over the bridge. അതിന്റെ മുകളിലൂടെ. അത് ഓവറാണ്. അവിടെ നമ്മൾ എബോവ് ചേർക്കൂല. ഇനി ആകാശത്തിന്റെ മുകളിലൂടെ ഞാൻ നടന്നില്ല. നടക്കണ്ട അല്ലേ? അപ്പൊ ആകാശത്ത് കംപ്ലീറ്റ് കാർമേഘം ഇങ്ങനെ പടർന്ന് ഇരിക്കൂലേ? അപ്പൊ ഓവർ ദ സ്കൈ എന്നാ പറയാം. ഓവർ ദ സ്കൈ, ആകാശത്തിലൂടെ, ആകാശത്തിന്റെ മുകളിൽ എന്ന് പറയാനായിട്ട്. അത് എബോവ് അല്ല, അതായത് ഏറ്റവും മുകളിൽ എന്നുള്ള ഒരു സങ്കല്പമാണ് ഓവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേട്ടോ? ഈ ഓവറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? അണ്ടർ. ഏറ്റവും അടിയിൽ, അണ്ടർ ദ വാട്ടർ എന്നൊക്കെ പറയും. ഏറ്റവും താഴെ, വെള്ളത്തിന്റെ ഏറ്റവും താഴെ എന്ന് പറയാനായിട്ട് നമ്മള് അണ്ടർ ദ വാട്ടർ. അപ്പൊ ഏറ്റവും മുകളിൽ എന്ന് പറയാനായിട്ട് നമ്മൾ ഓവറും, ഏറ്റവും താഴെ എന്ന് പറയാനായിട്ട് നമ്മൾ അണ്ടർ യൂസ് ചെയ്യാം. അണ്ടർ ദ വാട്ടർ, ഓവർ ദ സ്കൈ എന്ന് പറയും. ഇനി നമ്മൾ നേരത്തെ എബോവ് എന്ന് പറഞ്ഞില്ലേ? എബോവ് എന്നുള്ളത് എന്തായിരുന്നു? നമ്മള് ഒരു വാതിലിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നതായിരുന്നു അല്ലെ? ടച്ച് ചെയ്യാതെ മുകളിൽ നിൽക്കുന്നതിനാണ് നമ്മൾ എബോവ് എന്ന് പറയാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്നറിയോ? ബിലോ. താഴെ. അണ്ടർ അല്ല, അണ്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയാണ്. ഏറ്റവും താഴെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ടേബിൾ ആണെങ്കിൽ ആ ടേബിളിന്റെ താഴെ എന്ന് പറയാനായിട്ട് ബിലോയും, ആ ടേബിളിന്റെ മുകളിൽ എന്ന് പറയാനായിട്ട് എബോവ് ആണ് യൂസ് ചെയ്യുക. പക്ഷെ വെള്ളത്തിന്റെ ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ അടിത്തട്ട് എന്നുള്ള ഉദ്ദേശിക്കുന്നില്ലേ? അതാണ് അണ്ടർ. ഡീപ്പ് എന്ന് പറഞ്ഞാൽ ആഴം. അടിത്തട്ടാണ് ഈ പറയുന്ന അണ്ടർ. അതിന്റെ താഴത്തേക്ക് പിന്നെ വേറെ ഇല്ല. കേട്ടോ? അപ്പൊ അതാണ് അണ്ടറും ഓവറും അതുപോലെ എബോവും ബിലോയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ നേരത്തെ ടോപ്പ് പറഞ്ഞില്ലേ? ടോപ്പറാണെന്ന് പറഞ്ഞില്ലേ? ആ ടോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബോട്ടം. ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന്റെ ഏറ്റവും കൂർത്ത ഭാഗം, അതാണ് ടോപ്പ്. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതിന്റെ താഴ്ഭാഗം എന്ന് പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് ബോട്ടമാണ്. ബോട്ടം പാർട്ട് ഓഫ് ദ മൗണ്ടെയിൻ. ആ മൗണ്ടെയിന്റെ താഴ്ഭാഗം ഏതാന്ന് വെച്ചാൽ അതിന്റെ ബോട്ടം പാർട്ടാണ്, അതിന്റെ അടിഭാഗമാണ് അല്ലെ? അത് ഭൂമിയോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് അതിന്റെ ബോട്ടം എന്ന് പറയുന്ന ഭാഗം. ബോട്ടം എന്ന് പറഞ്ഞാൽ താഴെ, ടോപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ. അപ്പൊ ഇതാകെ കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. ഇതെല്ലാം എവിടെയാണ് ചേർക്കുക എന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസിലൂടെ മനസ്സിലാക്കണം കേട്ടോ. പക്ഷെ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അർത്ഥ വ്യത്യാസം എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ പിടിക്കാൻ. ഇനി അടുത്തത് ഞാൻ പറയണേ, ഞാൻ റോഡിലൂടെ നടന്നു എന്ന് പറയുന്നത്. I walked along the road. അത് ഞാനൊരു റോഡിന്റെ ഒരു എൻഡിൽ നിന്നും മറ്റേ അറ്റം വരെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് എലോങ് എന്നാണ് പറയാം. റോഡിലൂടെ. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, ലൂടെ എന്ന് പറയാനായിട്ട് നമുക്ക് ടു ചേർത്താ പോരെ? അതെ, അത് മതി. അത് ലൂടെ എന്നല്ല, ഞാൻ റോഡിന് നേരെ നടന്നു അല്ലെ? റോഡിന് നേരെ നടന്നു എന്നുള്ളതാണ്. റോഡ് എങ്ങനെയാണോ പോകുന്നത് ആ റോഡിന് സമാന്തര പാതയിൽ ഞാൻ നടന്നു. എന്നുള്ളതാണ്. ഇനി റോഡ് കുറുകെ, ഞാൻ റോഡിന് കുറുകെ, അതായത് റോഡ് ഇപ്പൊ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇവിടെ നിന്നും ഇടത് സൈഡിൽ നിന്നും വലത് സൈഡിലേക്ക് ഞാൻ ക്രോസ് ചെയ്ത്, സീബ്ര ലൈനിലൊക്കെ നമ്മൾ നടക്കില്ലേ, അത് ക്രോസ് ചെയ്ത് പോവാ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? I walked across the road. I crossed എന്താണ്? റോഡ്. I crossed the road എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ റോഡ് മുറിച്ച് കടന്നു എന്നാണ്. സമാന്തരമായിട്ട് അല്ലെ? സമാന്തരാണോ? അല്ല.
എക്രോസ് ആയിട്ട് എക്രോസ് ആയിട്ട് നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് കുറുകെ നടന്നു. സമാന്തരം എന്നുള്ളത് നേരെ പോകുന്നു, കുറുകെ എന്നുള്ളത് മുറിച്ച് കിടക്കുന്നതിനാണ് നമ്മൾ കുറുകെ എന്ന് പറയും. അപ്പൊ അതാണ് എക്രോസും എലോങ്ങും തമ്മിലുള്ള വ്യത്യാസം. അത് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാനുള്ളൂ. എവിടേക്കാണ് ഇത് യൂസ് ചെയ്യാന്നുള്ളത് നിങ്ങൾ, അതായത് കുറുകെ എന്നുള്ള വാക്ക് വരുമ്പോഴേക്കും എക്രോസ് എന്ന് വരണം, സമാന്തരം എന്ന് വരുമ്പോഴേക്കും എലോങ് എന്ന് വരണം. ഇനി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞോളൂ, എനിക്ക് വെള്ളത്തിലൂടെ പോകണം, വെള്ളത്തിന്റെ ഉള്ളിലൂടെ ഞാൻ പോയി, അപ്പൊ എന്താ പറയാ, ത്രൂ എന്ന് പറഞ്ഞു. ത്രൂ ദ വാട്ടർ. ഇപ്പൊ ഞാൻ വെള്ളത്തിലൂടെ നീന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാ? ഐ സ്വിം. സ്വിം അല്ല, നീന്തി. സ്വിം കഴിഞ്ഞിട്ട് സ്വാം. ഐ സ്വാം ത്രൂ ദ വാട്ടർ അല്ലെങ്കിൽ റിവർ. ഐ സ്വാം ത്രൂ ദ വാട്ടർ, ഞാൻ വെള്ളത്തിലൂടെ നീന്തി. അതേപോലെ തന്നെ ഐ ഈ ഇടയില് എന്താ പറയാ, ക്രീപ്പിംഗ് എന്ന് പറയും. ക്രീപ്ഡ് എന്ന് പറയും. ഐ ക്രീപ്ഡ് ത്രൂ ദ ചെയേഴ്സോ? അങ്ങനെ പറ്റില്ല. അതായത് നമുക്ക് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സംഭവമായിരിക്കണം അതിന്റെ ഉള്ളിൽ കൂടെ. അതിപ്പോ ഗുഹയാണെങ്കിൽ ഗുഹേന്റെ ഉള്ളിലൂടെ ഞാൻ നടന്നു എന്ന് പറയാം, എഴഞ്ഞു എന്ന് പറയാം, ഇങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ പാമ്പ് എഴഞ്ഞു പോവാണെങ്കിൽ ദ സ്നേക്ക് ക്രീപ്ഡ്, അല്ലേ? ദ സ്നേക്ക് ക്രീപ്ഡ് ത്രൂ ദ കേവ്. കേവിന്റെ ഉള്ളിലൂടെ പാമ്പ് എഴഞ്ഞു, ആ പാമ്പിന്റെ വീട്ടിലേക്ക് എഴഞ്ഞു. അതെ. അപ്പൊ അത് ഒരു എന്താണ്, ഈ പാമ്പൊക്കെ എഴഞ്ഞു പോകുന്നത് മിക്കവാറും ഒരു മാളത്തിന്റെ ഉള്ളിലൂടെ ആയിരിക്കും. അങ്ങനെ വരുമ്പോ നമ്മൾ ത്രൂ എന്ന് പറയും. വെള്ളത്തിന്റെ ഉള്ളിലൂടെ ആണെങ്കിൽ നമ്മൾ ത്രൂ എന്ന് പറയും. ഇതൊക്കെ എന്താണ്, ലൂടെ എന്നാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റോഡിലൂടെ എന്നുള്ളത് നമ്മൾ ത്രൂ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ റോഡ് എന്ന് പറയുന്ന ആ സാധനത്തിന്റെ ഉള്ളിലൂടെ അല്ല നമ്മൾ പോകുന്നത്, ടാറിന്റെ മുകളിലൂടെയാണ്. അപ്പൊ നമ്മൾ ആ റോഡിന് സമാന്തരമായി പോയി എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ റോഡിലൂടെ നമ്മൾ നടന്നു എന്ന് പറയാൻ പറ്റില്ല. അതാണ് ത്രൂവും എലോങ്ങും തമ്മിലുള്ള വ്യത്യാസം. എക്രോസ്, എലോങ്, ത്രൂ. ഈ 3 എണ്ണം കിട്ടിയല്ലോ. ഓക്കെ, പിന്നെ ഓവറും പഠിച്ചു അല്ലെ, 4 എണ്ണം കിട്ടി. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ബിസൈഡ്. ബിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബിസൈഡ് എന്ന് വെച്ചാല് അരികെ. ഒരു സാധനത്തിന്റെ അടുത്ത്, അരികെ എന്ന് കിട്ടാനായിട്ടാണ് നമ്മൾ ബിസൈഡ് എന്ന് പറയാം. വേറൊന്നും കൂടി ഉണ്ട്, ബിസൈഡ്സ്. ബിസൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടാതെ എന്നാണ് അർത്ഥം. കൂടാതെ, അതായത് നമ്മൾ ആസ്വല്ലാസ് പഠിച്ചില്ലേ, അതാണ് ബിസൈഡ്സ്. എസ് വന്നാല് കൂടാതെ. ഇപ്പൊ പറയണേ, ഞാനൊരു സ്റ്റുഡന്റ് ആണ്, കൂടാതെ ഒരു യൂട്യൂബർ ആണെന്ന് എങ്ങനെ പറയാം? I am a YouTuber as well as a student. അവിടെ നമ്മൾ as well as ചേർത്തിട്ട് പറയാം. വിത്തൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൂടാതെ എന്നാണ്, ബിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൂടാതെ എന്നാണ്, as well as എന്ന് പറഞ്ഞാലും കൂടാതെ എന്നാണ്. as well as എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സംഭവങ്ങൾ കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമ്മൾ as well as യൂസ് ചെയ്യും. ഇനി ഒരാളെ പറ്റിയിട്ട് നമ്മൾ പറയാണ്, അയാളെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അപ്പൊ നമ്മൾ എന്താ പറയാ? വിത്തൗട്ട് എന്ന് പറയാം. അയാളില്ലാത്ത പക്ഷം, അതാണ് വിത്തൗട്ട്. ആളില്ലാത്ത പക്ഷെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഐ കാൺ സ്റ്റേ വിത്തൗട്ട് ഹിം, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇനി ബിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ, അത് ജീവിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കാൺ ഹെൽപ്പ് സ്റ്റേയിങ് വിത്തൗട്ട് ഹിം, അവനില്ലാതെ മീൻസ് അവനെ കൂടാതെ എനിക്ക് ജീവിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് ജീവിക്കാൻ കഴിയില്ല, ഇത് മറ്റത് ജീവിക്കാതിരിക്കാൻ കഴിയില്ല, ജീവിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ അതില്ലാതെ എനിക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അങ്ങനെ വരുമ്പോഴാണ് ഐ കാൺ ഹെൽപ്പ് സ്റ്റേയിങ് എന്ന് പറയും. ഉപ്പില്ലാതെ കറി രുചി ഉണ്ടാവില്ല എന്ന് പറയില്ലേ, ആ ഉപ്പ് കൂടാതെ കറി രുചി ഉണ്ടാവില്ല. അപ്പോ ദ കറി ഈസ് നോട്ട് ടേസ്റ്റി. കറിക്ക് സ്വാദ് ഇല്ല, മീൻസ് ഇങ്ങനെ പറയാം, ദ കറി വിൽ നോട്ട് ബി ടേസ്റ്റി, ദ കറി വിൽ നോട്ട് ബി ടേസ്റ്റി വിത്തൗട്ട് സാൾട്ട് എന്ന് പറയാം. അപ്പൊ അതാണ് ബിസൈഡ്സ്, വിത്തൗട്ട്, ആസ് വെൽ ആസ് ഒക്കെ പറയുന്നത്. ഇനി നമ്മളെ മെയിൻ ആളാരാ? ബിസൈഡ്. ബിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരികെ. ഇപ്പൊ ഞാൻ കാറിനരികെ എന്ന് എങ്ങനെ പറയാം? ബിസൈഡ് ദ കാർ.
ഇപ്പൊ നമ്മളിങ്ങനെ പറയില്ല അരികെ, എന്തെങ്കിലും ഒരു വസ്തുവിന്റെ അരികെ എന്ന് നമ്മൾ പറയില്ലേ, ആ അരികെ എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബിസൈഡ് ആണ്. മരത്തിന്റെ അരികെ, beside the tree, beside the car, beside the bike, beside the home, എങ്ങനെയൊക്കെ പറയും. ബിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ അരികെ. അപ്പൊ എങ്ങനെ പറയും, ഞാൻ പുഴയുടെ അരികിലാണ്, beside the റിവർ. അതങ്ങനെയല്ല പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഇപ്പൊ പുഴയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയും പറയാം, ഓൺ ദ സൈഡ് ഓഫ് എന്ന് പറയാം. ഓൺ ദ സൈഡ് ഓഫ് റിവർ എന്ന് പറയും. ഓൺ ദ സൈഡ് ഓഫ് റിവർ, ആ പുഴയുടെ ഒരു സൈഡിലാണ്. അപ്പൊ നമ്മൾ അരികെ എന്ന് പറയുമ്പോൾ നമുക്ക് ബിസൈഡ് യൂസ് ചെയ്യാം. പക്ഷെ അതിന്റെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഓൺ ദ സൈഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ വസ്തുവിന്റെ പേര് പറയും. ഓക്കെ. അതേപോലെ നമ്മൾ ഒരു വസ്തുവിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണെങ്കിൽ നിയർ എന്ന് പറയും. നിയർ. അപ്പൊ ഞാൻ പറയാണ്, യു ആർ സിറ്റിംഗ് നിയർ മീ. എന്റെ തൊട്ടടുത്താണ് നീ ഇരിക്കുന്നത്. യു ആർ സിറ്റിംഗ് നിയർ മീ. അപ്പൊ അതും എന്താണ്, അരികെ തന്നെയാണ്, അടുത്ത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അടുത്ത് എന്നുള്ളതിന് കുറെ വാക്കുണ്ട്. എന്ത്, നിയർ ഉണ്ട്, ബിസൈഡ് ഉണ്ട്, ഓൺ ദ സൈഡ് ഓഫ് ഉണ്ട്. ഇതൊക്കെ അരികെ എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതൊക്കെ തിരിച്ചും മറിച്ച് യൂസ് ചെയ്തെന്ന് വിചാരിച്ചുകൊണ്ട് സ്പോക്കണിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്കെല്ലാം മനസ്സിലാവും, അണ്ടർസ്റ്റാൻഡബിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു വാക്കാണ് പിറകിൽ. പിറകിൽ ബിഹൈൻഡ് അല്ല, ബിഹൈൻഡ്. ബിഹൈൻഡ്. ഇപ്പൊ പറയണ ആ ചുമരിന്റെ പിറകിൽ, ബിഹൈൻഡ് ദ വാൾ. ബിഹൈൻഡ് ദ വാൾ, ചുമരിന്റെ പിറകിൽ. വാളാണോ അതോ ഗ്രൗണ്ട് വാൾ ആണോ? ഗ്രൗണ്ട് വാൾ അല്ല, കോമ്പൗണ്ട് വാൾ. കോമ്പൗണ്ട് വാൾ, ബിഹൈൻഡ് ദ കോമ്പൗണ്ട് വാൾ അല്ലേ. ഇനിയോ വാതിലിന്റെ പിറകിൽ, ബിഹൈൻഡ് ദ ഡോർ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിറകിൽ എന്ന് പറയാനായിട്ട് ബിഹൈൻഡ് ആണെങ്കിൽ മുൻപിൽ എന്ന് പറയാനായിട്ട് എന്താവും? ബിഹൈൻഡ് ദ. അല്ല, വാക്കെന്നെ വേറെയാണ്. മുൻപിൽ എന്ന് പറയാനായിട്ടുള്ള വാക്ക് ഏതാ? ഇൻ ഫ്രണ്ട് ഓഫ്. ഇൻ ഫ്രണ്ട് ഓഫ് അല്ലേ. ബിഹൈൻഡ് പിറകിലാണ്, അതിന് മുൻപിൽ എന്ന് പറയാനായിട്ട് ഇൻ ഫ്രണ്ട് ഓഫ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്, വീടിന്റെ മുൻപിൽ. ഗേറ്റിന്റെ മുൻപിൽ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ട്രീ. ഇൻ ഫ്രണ്ട് ഓഫ് ദ ട്രീ. ഇൻ ഫ്രണ്ട് ഓഫ് ദ കാർ ഫ്രണ്ട്. പിന്നെ കാർ ഫ്രണ്ട് ഇല്ല. ഇൻ ഫ്രണ്ട് ഓഫ് ദ കാർ. അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഓഫ് അല്ലേ. ഓഫ് എന്ന് പറഞ്ഞാൽ ഇന്റെ. അപ്പൊ ഇൻ ഫ്രണ്ട് ഓഫ് ദ കാർ, കാറിന്റെ കാറിന്റെ മുൻപിൽ. ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മുൻപ്. ആ ഒരു വസ്തുവിന്റെ മുൻപിൽ എന്ന് പറയുമ്പോഴാണ് ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മുൻപിൽ, ആ വസ്തുവിന്റെ കിട്ടാനാണ് ഓഫ്. അപ്പൊ ഇൻ ഫ്രണ്ട് ഓഫ് ദ കാർ. അപ്പൊ നമ്മള് ഇപ്പൊ എന്ത് പഠിച്ചു? ബിഹൈൻഡ് പഠിച്ചു, ഇൻ ഫ്രണ്ട് പഠിച്ചു. ഇനി നമുക്കൊരു 2-3 വാക്കും കൂടി നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ആകെ കൺഫ്യൂഷൻ ആവും, കാരണം ഒരുപാട് വാക്കുകൾ വരുന്നതാണ്. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഒരു സംഭവത്തിന് ചുറ്റും എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ചുറ്റും. എറൗണ്ട് ആണല്ലേ. റൗണ്ട് എന്ന് കേട്ടാൽ തന്നെ അറിയാം നമുക്ക് വട്ടത്തിനാണ്. അപ്പൊ ചുറ്റും എന്ന് പറയാനായിട്ട് എറൗണ്ട് ഇട്ടാൽ മതി. എറൗണ്ട്. ഇപ്പോ ഞാൻ എന്തെങ്കിലും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആ വീടിന്റെ ചുറ്റും അത് തെരഞ്ഞു, എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ട് നമ്മൾ പറയില്ലേ? അപ്പോ I searched around my home. എന്ത് അത് എന്ന് പറയണം. I searched it around my home. Around my home. എന്റെ വീടിന് ചുറ്റും ഞാൻ സെർച്ച് ചെയ്തു, പക്ഷെ എനിക്കത് കണ്ടു കിട്ടിയില്ല അല്ലേ. അത് ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു. I could not find it, but finally I found it. It was in my bag. അതെന്റെ ബാഗിന്റെ ഉള്ളിലായിരുന്നു എന്നാണ്. അപ്പൊ അതാണ് എറൗണ്ട്. എറൗണ്ട് എന്ന് വെച്ചാൽ ചുറ്റും. അപ്പൊ അമ്പലത്തിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യും? നടക്കും. അപ്പോ she walks around the temple. Around the temple. അവൾ അമ്പലത്തിന് ചുറ്റും നടക്കുന്നു. അതുകൊണ്ടാണ് she walks പറഞ്ഞത്. ഞാനാണെങ്കിൽ I walk പറയും അല്ലേ. നടക്കുന്നു. അപ്പൊ എറൗണ്ട് കിട്ടിയല്ലോ, ചുറ്റിനും. ഇത് നമ്മള് ഇതേപോലെ സംഭവമാണ് നമ്മൾ പറ്റി കുറിച്ച് എന്ന് പറയും. പറ്റി കുറിച്ച്. ഞാൻ അവനെ പറ്റി,
അവനെ പറ്റി. എബൌട്ട് പറ്റി അല്ലെങ്കിൽ കുറിച്ച്. അപ്പോ എബൌട്ട് ഹിം, എബൌട്ട് ഹെർ. എബൌട്ട് ഹിം എന്ന് വെച്ചാൽ അവനെ പറ്റി, അവളെ പറ്റി. എബൌട്ട് ദ കാർ, കാറിനെ പറ്റി. എബൌട്ട് ദ ബൈക്ക്, എബൌട്ട് ദ ബാഗ്, ബാഗിനെ പറ്റി. എബൌട്ട് മൈ പെൻ, എബൌട്ട് മൈ ഹെൽമെറ്റ്. ഇപ്പൊ ഞാൻ എന്റെ വീഡിയോയെ കുറിച്ച് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് മൈ വീഡിയോ. ഞാൻ എന്റെ ടൂറിനെ പറ്റി നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ടെൽ അബൌട്ട് മൈ ടൂർ. ഇങ്ങനെയൊക്കെ പറയാം അല്ലെ. അപ്പൊ അതാണ് എബൌട്ട്. എബൌട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റി അല്ലെങ്കിൽ കുറിച്ച്. വീടിനെ കുറിച്ച് എന്നാവാം, അല്ലെങ്കിൽ വീടിനെ പറ്റി എന്നാവാം. ഞാനൊരു കഥയെ പറ്റി നിങ്ങളോട് പറയാൻ പോവുകയാണ്. പറഞ്ഞേ. അപ്പോ ഞാനൊരു കഥ, ഒരു സ്റ്റോറിയെ പറ്റി നിങ്ങളോട് പറയാൻ പോവുകയാണ്. അപ്പൊ ഐ ആം ഗോയിങ് ടു ടെൽ യു അബൌട്ട് ദ സ്റ്റോറി. ഞാനൊരു മനോഹരമായ കഥയെ പറ്റി പറയുകയാണെങ്കിലോ എബൌട്ട് ദ ബ്യൂട്ടിഫുൾ സ്റ്റോറി എന്നൊക്കെ പറയും. അതാണ് എബൌട്ട്. എബവ് അല്ലട്ടാ, എബൌട്ട്. പറ്റി കുറിച്ച്. അപ്പൊ ഗൈസ്, എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം കുറേ വാക്കുകളായി. ഇത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ഇതിന്റെ മീനിങ്ങുകൾ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായിട്ടുള്ളത് ആ ഒരു മീനിങ് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. നമ്മുടെ വീടിന്റെ ചുറ്റിനും ഇവിടെ മരം മുറിക്കാനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സൗണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. റോഡായോണ്ട് എപ്പോഴും സൗണ്ടായി. സമയം ഒരുപാടായി ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്, വീഡിയോ കാണാം. അതുവരേക്കും ബൈ.